അപ്പൊ തുടങ്ങാം. ഇട്ടുതരാം. നമ്മള് കുറച്ച് പ്രോട്ടോടൈപ്പ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പ്രോബബ്ലി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സെഷൻ. ഇത് കഴിഞ്ഞ് ഞാൻ എന്തായാലും അവസാനം ഒരു അസൈൻമെന്റ് തരാം. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അവസാനം വരാം അസൈൻമെന്റ്. സോ ഇന്ന് നമ്മൾ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു സെക്കൻഡ് ഒരു സ്ക്രീനും കൂടെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി എലമെന്റ്സ് ആണ് ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തില്ല. ഒരു സെർച്ച് ഈ ടെക്സ്റ്റ് തന്നെ എടുത്ത് ഇട്ടു സെർച്ച് ചെയ്തു. പിന്നെ ഒരു ബോക്സ് വരച്ചു. അതിന് ഷാഡോ കൊടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ ഇന്നലെ ഉണ്ടായിരുന്ന ഐക്കൺ അത് കൊടുത്തു. ഈ സെർച്ച് ഐക്കൺ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഞാൻ വേറൊരു ചെറിയ കാർഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്ക്രീൻ ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് ഓടിച്ചുവാണ്. നമുക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ക്രീൻ ഉണ്ടാക്കുന്നത്. സോ ഞാൻ കുറച്ച് ഫാസ്റ്റിലായിരിക്കും അത് പോകുന്നത്. ജസ്റ്റ് ഒരു കാർഡ് ഷേഡോ not worrying much about the typography and all. The categories ആണ്. എന്തായാലും സ്പേസിങ് എന്തായാലും എല്ലാവരും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ആക്ച്വലി ഈ ഡിസൈൻ എലമെന്റ്സ്. അതിന് ബ്രീത്തിങ് സ്പേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ട് തോന്നും. സോ ഉണ്ടാക്കി വെച്ച കാർഡ് ഇവിടെ ഫീച്ചേഴ്സ്. നമ്മൾ ചുമ്മാ ഒരു കാറ്റഗറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മിനിറ്റ്.
Okay. ഈ കാർഡ് ഞാൻ ഉണ്ടാക്കിയത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഒരു ഇമേജ് ഇട്ടു ആക്ച്വലി. അതിൻ്റെ മുകളിലൊരു ഗ്രേഡിയൻ്റെ കൂടെ ഞാൻ ഒരു 10%ഉം 100 ഗ്രേഡിയൻറ്റ് നമ്മുടെ കളർ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ കാർഡ് ആക്ച്വലി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇമേജ് ഇവിടെ മാറ്റുകയാണ്. Same as this, where back ഞാൻ തൽക്കാലം മാറ്റുന്നുണ്ട്. സോ ഒരു കൺട്രോൾ കാറ്റഗറിയുടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഇത്രയും സാധനങ്ങൾ ഞാനൊരു ഫ്രെയിമിനകത്തേക്ക് ആക്കണം. ഓട്ടോ ലേഔട്ട് ഉണ്ട് തൽക്കാലം ഒരു
normal frame. Okay. Next thing, ഇതിപ്പോൾ ആക്ച്വലി ഓട്ടോ ലേഔട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി മിന്നാന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു പ്രശ്നം കാണിച്ചു തരാം. ഇതിൽ ഞാനൊരു സ്ക്രോൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പ്രോട്ടോടൈപ്പിൽ പോയി ഇവിടെ സ്ക്രോൾ ബിഹേവിയർ കൊടുത്തിട്ടും അനങ്ങുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ആക്ച്വലി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഓട്ടോ ഫ്രെയിമാണ് കിടക്കുന്നത്. അപ്പം ഇത്രയും ഫ്രെയിം ലെങ്ത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ആ പ്രശ്നം വന്നത്. സോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഓട്ടോ ലേഔട്ട് ആയതുകൊണ്ട് നമുക്കിത് മാറ്റാൻ കഴിയില്ല. സോ ഞാൻ തൽക്കാലം ഇതൊന്ന് ഓട്ടോ ലേഔട്ട് മാറ്റാണ്, ഒരു നോർമൽ ഫ്രെയിം ആക്കി. അല്ലെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഈസ് അത് അവിടെ തന്നെ വെച്ച് ഒരു ഫ്രെയിം അതിന്റെ മുകളിൽ ഒന്നുകൂടെ ആഡ് ചെയ്തു, ഫ്രെയിം സെലക്ഷൻ എടുത്തിട്ട് ആഡ് ചെയ്തു. ഇതെന്തിനാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഈ ഫ്രെയിമിന്റെ ലെങ്ത് ഉണ്ടോ, ഇതിപ്പോ ഫുൾ ആണെങ്കിൽ ഈ സ്ക്രോൾ ആക്ച്വലി വർക്ക് ചെയ്യില്ല. ഇത് ഈ ഫ്രെയിമിന്ന് ആക്ച്വലി ഈ കണ്ടന്റ് നമ്മുടെ ഇത് ഓവർഫ്ലോ ആയി കിടക്കണം. നമ്മൾ ഏത് ഫ്രെയിമിനാണോ നമ്മൾ സ്ക്രോൾ ബിഹേവിയർ കൊടുക്കുന്നത്, ഇപ്പൊ ഞാൻ ഹൊറിസോണ്ടൽ സ്ക്രോള് ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത ഈ പ്ലേസസ് എന്ന് പറഞ്ഞ ഫ്രെയിമിന് കൊടുത്തു. അപ്പം ഇതിനെ കറക്റ്റ് ഈ സ്ക്രീനിന്റെ സൈസ് ആക്കി വെച്ചു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ ഇതിന്റെ അപ്പുറത്തായിരിക്കും സ്ക്രോൾ നടക്കാൻ. ഇപ്പൊ കാണിച്ചു തരാം. ഇത് സ്ക്രോൾ കൊടുത്തു നോക്കാം. ഓക്കെ, ഈ കണ്ടന്റ് ആക്ച്വലി ഈ നമ്മൾ കൊടുക്കുന്ന ഫ്രെയിമിന്റെ പുറത്തേക്ക് വരണം, എന്നാലേ അത് സ്ക്രോൾ ആവും. ഞാൻ ഒന്നുകൂടെ അത് പറയാം ക്ലിയർ ആയിട്ട്. ഇതുണ്ടോ? അപ്പൊ ഈ ഫ്രെയിം നമ്മൾ നമുക്ക് എത്രയാണോ സ്ക്രോൾ ചെയ്യേണ്ടത് ആ ഒരു ലിമിറ്റ് കൊടുത്തതിനാൽ മാത്രമേ ഇത് ആക്ച്വലി സ്ക്രോൾ ആവുള്ളൂ. ഫ്രെയിം ഇതിന് മൊത്തം കവേർഡ് ആയിട്ടാണെങ്കിൽ ഈ സാധനം ലാസ്റ്റ് ടൈമിന് ഞാൻ കാണിച്ചപ്പോൾ ഇത് അനങ്ങുന്നില്ലായിരുന്നു. ജസ്റ്റ് ചെറിയൊരു അനക്കം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആ ഫ്രെയിമിന്റെ പ്രശ്നം. സോ ഇപ്പം ഏതോ ഒരു എൻ്റെ മൊത്തം ഫ്രെയിമിൽ സ്ക്രോൾ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതാണ് ഇതിങ്ങനെ പോകുന്നത്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. യെസ്, ഈ മൊത്തം ഫ്രെയിം ഉണ്ടോ ഹോം എന്നുള്ള അതിന് ഞാൻ സ്ക്രോൾ ലേഔട്ട് കൊടുത്തിട്ടുണ്ട്, സ്ക്രോൾ ബിഹേവിയർ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട നമുക്ക് ആക്ച്വലി ഈ ഒരു ഫ്രെയിമിന് മാത്രമാണ് സ്ക്രോൾ വേണ്ടത്. സോ ഈ കാറ്റഗറി ഞാൻ ആക്ച്വലി പുറത്താണ്. നാബാർ ഇപ്പം അതിൻ്റെ പിറകിൽ കൊണ്ടുവരണം. ഇപ്പം നമ്മളിവിടെ ഓരോ ഫ്രെയിം ആഡ് ആയതുപോലെ പിന്നെ ഈ ബട്ടൺ നിൽക്കുമ്പോൾ സെർച്ച് നിൽക്കുമ്പോൾ ഇതിലേക്ക് പോകുന്ന പ്രോട്ടോടൈപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ ഓൾ ബിഹേവിയർ ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആക്ച്വലി ഇതിപ്പോൾ സെർച്ച് പേജ് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ പിന്നാന്ന് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐക്കൺസ് ഉണ്ടാക്കിയില്ലേ, സോ ഐക്കൺസിൽ ഞാൻ 2 സ്റ്റേറ്റ് സെപ്പറേറ്റ് കോമ്പോണന്റ് ആക്കി എല്ലാത്തിൻ്റെ. എക്സ്പ്ലോറിന്റെ ഈ 4ൻ്റെയും ഇനാക്റ്റീവ് സ്റ്റേജും ഈ 4ൻ്റെ ആക്റ്റീവ് സ്റ്റേജും ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തു, ഇതിനെല്ലാം കളർ കൊടുത്തു, ഇതിന് മറ്റ് എല്ലാത്തിനും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായ ഇനാക്റ്റീവ് ഗ്രേ കൊടുത്തു.
സോ അതെന്തിനാ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇവിടെ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കളർ മാറ്റാനുള്ള പണി ഒഴിവാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ കോമ്പണൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ചെയ്യുന്നില്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ഇതാണ്. ഇതിപ്പം ഈ എക്സ്പ്ലോർ സെലക്ട് ചെയ്ത കോമ്പണന്റ് ഇവിടെ അപ്ലൈ ചെയ്തില്ല. അപ്പൊ സോ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആക്ച്വലി അവിടെ സാധാ സാധനങ്ങളായിട്ടുണ്ട്. സോ ഞാൻ ഈ സാധനം ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ 4 സാധനങ്ങൾ എടുക്കാം. ഇവിടെ അത് പേസ്റ്റ് ചെയ്യണം. കാലം ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് അലൈൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനുണ്ട് ഞാനത് ഗ്രൂപ്പ് ചെയ്തത്. സെൻഡ് ചെയ്തു. And now I am grouping it. സോ ഇപ്പൊ എനിക്ക് ഇവിടെ വേണ്ടത് എക്സ്പ്ലോർ സെർച്ചിന്റെ ആക്റ്റീവ് സ്റ്റേജ് ആണ്. സോ ഇതിപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ സാധാ ഐക്കണുള്ള കോമ്പണന്റ് ഇവിടെ നോക്കിയാൽ കാണാം. പ്രൊഫൈല് സെലക്ട് ആയിട്ടുള്ളത് അത് കോമ്പണന്റ്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇനി ആക്റ്റീവ് സ്റ്റേറ്റ് ആക്കണം. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും പോയി കളർ ഫില്ല് ചെയ്യണം. ഇതിങ്ങനെ സെലക്ട് ചെയ്യണം, കളർ ഫില്ല് ചെയ്യണം. അപ്പം ഈച്ച് ടൈം ഞാൻ വലിയ വലിയ സ്ക്രീൻ കുറെ സ്ക്രീൻ ചെയ്തു വരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സോ ഫോർ ഈസി ഓപ്പറേഷൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും കോമ്പണൻസിൽ ആഡ് ചെയ്തു. ഇനിയിപ്പം എനിക്ക് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഇൻസ്റ്റൻസ് മാറ്റിയാൽ മതി. ഇവിടെ കോമ്പണന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. സെർച്ച് ആക്റ്റീവ് കൊടുത്തു. സോ അതിന്റെ കളർ മാറി കാണാം. അതുപോലെ ഇപ്പൊ എക്സ്പ്ലോർ എനിക്ക് മാറ്റണ്ടെങ്കിൽ എക്സ്പ്ലോർ ആക്റ്റീവ് കൊടുത്തു. സോ ഇതാണ് ഞാനിപ്പോ കോമ്പണന്റ് ചെയ്യാൻ കാരണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും ഇപ്പൊ എന്താ ലാസ്റ്റ് ചെയ്തെന്നുള്ള ഇനി എന്തോ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്മാർട്ട് ഫോൺ ലേഔട്ട് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പിന്റെ ഞാൻ പറയാം. സോ ഇനി നമ്മൾ പ്രോട്ടോടൈപ്പിലേക്ക് കിടക്കണം ആക്ച്വലി. സോ നമ്മളിപ്പോൾ ഡിസൈൻ ആണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഈ ഡിസൈൻ മാറ്റി പ്രോട്ടോടൈപ്പ് സെലക്ട് ചെയ്യും. എനിക്കിപ്പോൾ ഈ സെർച്ച് ബട്ടൺ വെക്കുമ്പോൾ ഈ സ്ക്രീനിലേക്ക് വരും. ഞാൻ അവിടെ കൊടുക്കും. അവിടെ നിന്ന് റൈറ്റിൽ സൂം ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ആണ്. സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് കാണും. അപ്പൊ അതിന്ന് എവിടേക്ക് പോകണം എന്നുള്ള ഇത് കൊടുക്കാൻ. സോ അതിങ്ങനെ സെലക്ട് ചെയ്യും. അപ്പം ഓൺ ടാപ്പ് നാവിഗേറ്റ് ടു സെർച്ച് എന്നുള്ള സാധനമാണ്. അതായത് ഈ ഫ്രെയിമിന്റെ പേര്. അതിൽ ആക്ച്വലി ഇവിടെ നമുക്ക് ആനിമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന്നിപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ അത് നീങ്ങണം എന്നുള്ള ഒരു കുഞ്ഞൊരു ആനിമേഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഇപ്പം തൽക്കാലം സ്മാർട്ട് ആനിമേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പല ആനിമേഷൻ ഉണ്ട്. സ്മാർട്ട് ആനിമേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഡിക്റ്റേറ്റ് ചെയ്ത് അതിൻ്റെ കൊടുത്തോളും. ഒരു 500 ms ടൈമാണത്. ആനിമേഷൻ എത്ര സ്ലോ ആയിട്ട് വേണം, എത്ര ഫാസ്റ്റ് ആയിട്ട് വേണമെന്നുള്ളത്. ഇത് ആനിമേഷന്റെ ഒരു എന്താ പറയാ, എന്ത് കൈൻഡ് ഓഫ് ആനിമേഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മള്
ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ആനിമേഷൻ ഇങ്ങനെ വേണമെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊരു ആദ്യം കുറച്ച് ഫാസ്റ്റ് ആവും, പിന്നെ സ്ലോ ആവും. അങ്ങനെ ഒരു പേസ് ആഡ് ചെയ്താണ് അതിൽ. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് തിങ്, സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് നിങ്ങൾ ഈ ആനിമേഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്ത് ചെറിയ ഞാനിപ്പം സ്മാർട്ട് ആനിമേറ്റ് ആഡ് ചെയ്തു. സോ ജസ്റ്റ് ഇപ്പം നമ്മളെന്താ സംഭവിച്ചത് കാണാം. ഞാനിപ്പോൾ സെർച്ചിനാണ് ഇട്ടിട്ടുള്ളത്, ഒരു തിരിച്ച് ആഡ് ചെയ്തില്ല. സോ ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ടോ ഡിസോൾവ് ആയിട്ടുള്ള, അത് നമ്മൾ കാർഡൊക്കെ ആനിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വേറൊരു ആനിമേഷൻ വരും. എനിക്കൊന്ന് സ്മാർട്ട് ആനിമേറ്റ് മാറ്റിയിട്ട് നമുക്ക് സ്ക്രീൻ മൊത്തത്തിൽ വരുന്ന എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കാം. ഞാൻ മൂവിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനിമേഷൻ കൊടുത്തു. എന്തൊക്കെ ആനിമേഷൻ മൂവിൻ തന്നെ കൊടുക്കാം. ലെഫ്റ്റ് നിന്ന് ഐ മീൻ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് വരും. സോ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആനിമേഷൻ ഒന്നും ഇതാണ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ്. പിന്നെ വിനു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ വന്നില്ല എന്നുള്ള. അത് നമ്മൾ ജസ്റ്റ് പ്രോട്ടോടൈപ്പ് എടുക്കുന്ന സമയത്ത് ഇവിടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ കസ്റ്റം സൈസ് മോസ്റ്റ്ലി നണ്ണെന്നായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പം ഗൂഗിൾ പിക്സൽ 2X ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫ്രെയിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും സെലക്ട് ചെയ്യരുത്, ജസ്റ്റ് പ്രോട്ടോടൈപ്പ് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഫ്രെയിം സെലക്ട് ചെയ്ത് തന്നെ അതിന്റെ ഇന്ററാക്ഷൻ സാധനങ്ങളൊക്കെ വരും. അപ്പം ജസ്റ്റ് വിത്തൗട്ട് എനി സെലക്ഷൻ ഇപ്പോൾ ഇവിടെ ഡിവൈസിലാണ്. ഞാനിപ്പം പിക്സൽ 2 എടുത്തതുകൊണ്ട് അതിന് തന്നെ ഫ്രെയിം കൊടുക്കുകയാണ്. ജസ്റ്റ് ബ്ലാക്ക് എന്താണെങ്കിലും കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മളെ എല്ലാ ആനിമേഷനും കളയണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് റൺ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സാധനം അവിടെ കാണിക്കും. സോ അതുപോലെ നമുക്ക് ഇനി തിരിച്ചും ഈ എക്സ്പ്ലോർ നിൽക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഹോം പേജിലേക്ക് വരാം. നമുക്ക് ഈ ആനിമേഷൻ കൊടുക്കും. നേരത്തെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് തിരിച്ചു കൊടുക്കും. എനിക്കൊന്ന് ആനിമേഷൻ ആക്ച്വലി നിങ്ങൾ എക്സ്റ്റി ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റിയിൽ കുറച്ചും കൂടെ അതിൽ ഓട്ടോ ആനിമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സാധനമാണ്. അപ്പം പ്രോട്ടോടൈപ്പ് ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടുന്ന് ഫയൽ ചെയ്തിട്ട് എക്സ്റ്റിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതിന് തന്നെ പ്രോട്ടോടൈപ്പിന് തന്നെ പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് എൻ്റെ ഇൻസ്റ്റാൾഡ് അല്ല. വേണേൽ എക്സ്റ്റി നമുക്ക് കുറച്ച് വേണം നോക്കാം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് ആനിമേഷൻ, പേജ് ടു പേജ് പോകുന്ന ആനിമേഷൻ. ഇപ്പൊ നമ്മളിവിടെ സ്ക്രോൾ ആഡ് ചെയ്തു. അതുപോലെ നമുക്ക് ഇതിന് ഓരോ സ്ക്രോൾ ആഡ് ചെയ്യാം. പിന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ഫ്രെയിമിന്റെ സൈസ് ഞാൻ കുറച്ചു. ഇവിടെ ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ഫ്രെയിം സെലക്ഷൻ ഇതും ഫ്രെയിമിനെ ഇവിടെ വരെ കൊടുക്കുകയാണ്. എനിക്ക് ഈ ഫ്രെയിം വേണ്ട.
ഇനി ഈ ഫ്രെയിമിനെയൊക്കെ ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് ഇതിന് മൊത്തം ഹൊറിസോണ്ടൽ. നമുക്കിപ്പോൾ ഇവിടുന്ന് താഴേക്ക് കുറച്ച് ഐറ്റംസ് ഇവിടെ ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ ഒരു കാറ്റഗറി താഴെയാണ് കുറച്ചുകൂടി. സോ ഇതിന് ഞാനിപ്പോൾ വെർട്ടിക്കൽ സ്ക്രോളിംഗ് കൊടുക്കുകയാണ്. ഇതിനിപ്പോൾ വെർട്ടിക്കൽ സ്ക്രോളിംഗ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ അത് കാണിച്ചത് ഐ തിങ്ക് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ സാധനം നമുക്ക് വെർട്ടിക്കൽ സ്ക്രോളിംഗ് ഇതിന്റെ സ്ക്രോൾ ബിഹേവിയർ ഞാൻ വെർട്ടിക്കൽ കൊടുക്കണം. അതിലൊരു പ്രശ്നമുണ്ട് ആക്ച്വലി, അത് കാണിച്ചു തരാം. സ്ക്രീൻ എന്തോ ഒരു കാരണവശാൽ നമ്മുടെ ഈ സ്ക്രീൻ അവിടെ കാണിക്കുന്നില്ല. ഒരു സ്ക്രീൻ ആണ് അത് കാണിക്കുന്നുണ്ട്. Figma prototype is too big. അത് കാണിക്കുന്നില്ല. ഐ തിങ്ക് ഇത് റീഫ്രഷ് ആവാത്തതിന്റെ പ്രശ്നം. നമുക്ക് ഈ സ്ക്രീൻ തന്നെ തൽക്കാലം ആ പരീക്ഷണം നടത്താം. ഐ ഗസ് വെർട്ടിക്കൽ സ്ക്രോളിംഗ് ആണ് ഇതിന്റെ. ഇത്
സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ ഈ മുകളിലുള്ള നമ്മുടെ മുകളിലെ ഗ്രേ സ്ക്രീൻ ഉണ്ട്, നമ്മുടെ സ്റ്റാറ്റസ് ബാർ ആണ്, പിന്നെ നമ്മുടെ നാവിഗേഷൻ സാധനമുണ്ട്, എല്ലാം എന്തായിരുന്നു മുകളിലേക്ക് പോവാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇത് ആക്ച്വലി മാറ്റാൻ ഒരു ചെറിയ ജസ്റ്റ് നാവിഗേഷൻ സെലക്ട് ചെയ്യാം, ഫിക്സ് നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ താഴെ ഫിക്സ് പൊസിഷൻ വെൻ സ്ക്രോളിംഗ് ഉണ്ടാവും, അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സോ വാട്ട് ഹാപ്പൻ അതവിടെ പിന്നെ സ്റ്റിക്കിങ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ ഇതിനൊക്കെ സ്ക്രോളിങ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇതാണ് പ്രോട്ടോടൈപ്പിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ആക്ഷൻസ് ഏത് സ്ക്രീനിൽ ഇതിലേക്ക് പോകണം, പിന്നെ സ്ക്രോളിങ്, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം പ്രോട്ടോടൈപ്പ് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് നിങ്ങൾക്ക് അടുത്ത അസൈൻമെന്റിന്റെ കാര്യം ഞാൻ പറയാം. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഇത്രയും കഴിഞ്ഞതിൽ? ഇൻസ്റ്റൻസ് റൈറ്റ് സൈഡ് ബോക്സിൽ വന്നില്ലേ, അതെങ്ങനെ ചെയ്തിരുന്നു? ഞാനത്തെ ക്ലാസ്സിൽ അത്ര അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്നുണ്ടായിരുന്നില്ല. ഏത് ഇൻസ്റ്റൻസ് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? കാർഡാണോ? നമ്മളെ നാവിഗേഷൻ ബാറിലെ ആ ഇതില്ലേ, സെർച്ച് ഓപ്ഷന്റെ കളറൊക്കെ മാറ്റിയെന്നില്ലേ, അതില് റൈറ്റ് സൈഡിന്ന് ഇൻസ്റ്റൻസ് എടുത്തിട്ട് മാറ്റിയത്, അതെങ്ങനെയായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓരോ കോമ്പോണന്റ് ഉണ്ട് ഇവിടെ. അപ്പം ഇത് ഞാനിപ്പം ഇതിന്റെ കോപ്പി ഉണ്ടാക്കുവാണല്ലോ ഈ ഇതിന്റെ ഇൻസ്റ്റൻസ് വരുന്നത്. അപ്പം ഓൾറെഡി ഇതൊക്കെ ഓരോ ഇതാണ് മാസ്റ്റർ കോമ്പോണന്റ് ആണ്. അപ്പം നമ്മൾ ഏത് കോമ്പോണന്റിന്റെ കോപ്പി ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത് മാറ്റാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ ഈ ബട്ടൺ ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റ് സെലക്ട് ചെയ്തു, അപ്പോ ഈ ബട്ടന്റെ ഈ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഇൻസ്റ്റൻസ് പറഞ്ഞിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് വേണ്ടതുള്ളത്. സോ അതിലിപ്പം ഞാൻ പ്രൈമറി റൗണ്ടഡ് ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ആ ബട്ടൺ ആ ഒരു ഇൻസ്റ്റൻസ് മാറിയിട്ട്, അതായത് ആദ്യം ഇതിന്റെ ഇൻസ്റ്റൻസ് ആയിട്ടായിരുന്നു ഉണ്ടായത് എക്സ്പ്ലോർ ബട്ടണിന്റെ, അത് മാറി ഏത് ബട്ടൺ ആണോ വരേണ്ടത് അതിലേക്ക് മാറ്റാൻ പറ്റും. കാർഡാണെങ്കിൽ ഏത് ഇൻസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമില്ല ആക്ച്വലി. ഈ കോമ്പോണന്റ് ചെയ്യണ സമയത്താണോ ഇത് ഇൻസ്റ്റൻസിന്റെ ആ ടൈപ്പ് വരുന്നത് റൈറ്റ് സൈഡിൽ? കോമ്പോണന്റ് ആയിട്ട് ഉണ്ടാവണം. എന്നിട്ട് ഇതിപ്പോ മാസ്റ്റർ കോമ്പോണന്റ് അതിനുണ്ടാവില്ല ഇൻസ്റ്റൻസ്. ഇതിന്ന് വന്ന് അതായത് ഇപ്പൊ നമ്മളെ സെറ്റ്സ് എടുത്ത് ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിലും ഉണ്ടാവും ഇൻസ്റ്റൻസ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് പാരന്റ് ആണ്, അതിന്റെ ചൈൽഡ് ആണ് ഇത്. അപ്പം ഇൻസ്റ്റൻസ് നിങ്ങൾ അങ്ങനെ ഓർത്തോ, ചൈൽഡ് ആയിട്ട് ഓർത്തോ, ഒരു ചൈൽഡ് ക്ലാസ് പോലെ ഓർത്തോ ആക്ച്വലി. അപ്പം ചൈൽഡ് എന്നുള്ളത് ഓർത്തോ. അപ്പൊ ഇത് ഇതിന്റെ ഒരു ചൈൽഡ് ആണെന്നാണ് ഇവിടെ ഉള്ളത്. അത് വേണമെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചൈൽഡ് ആയിട്ട് വേണ്ടെന്നുള്ളത് പറയാം. അപ്പൊ അത് മാറും. അതിന് കളർ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഓരോ കോമ്പോണന്റ് ആയി ചെയ്തിട്ടുണ്ട്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിയാസിക, ഇപ്പൊ ഈ സെർച്ച് വിൻഡോയില് ആ മൂന്നാമത്തെ ലെയർ ഉണ്ടാക്കിയിരുന്നില്ലേ, ഇപ്പൊ ഒരു ടൈൽ ഉണ്ടാക്കിയിരുന്നില്ലേ, അത് ആ നാവിഗേഷൻ ബാറിന്റെ മുകളിലായിരുന്നില്ലേ ആദ്യം കിടന്നിരുന്നത്? അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തത് ഒന്നുണ്ടെന്ന് പറയൂ. ഇപ്പൊ ഇതൊക്കെ നാവിഗേഷൻ ബാർ ആദ്യം ഉണ്ടായത് എന്ന് വെച്ചാൽ ഈ ലെയർ പാനലില് താഴെ ഉണ്ടായത് ആക്ച്വലി ഇതാദ്യം. അപ്പൊ ഇതിന്റെയൊക്കെ താഴേക്ക് പോകും. അപ്പൊ അതിന്റെ ഓർഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അപ്പോ
ഇത് ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെയേഴ്സ് ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്ന പോലെ തന്നെയാണ് ഇത് ആക്ച്വലി ഈ ലെയർ പാനലിൽ സംഭവം നടക്കുക. അപ്പം സ്റ്റാക്കിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണോ അതാണ് ഏറ്റവും മുകളിൽ കാണിക്കുക. അപ്പം ഞാൻ ആദ്യം ഇത് ബിൽഡ് ചെയ്ത സമയത്ത് നമ്മൾ പുതുതായിട്ട് ബിൽഡ് ചെയ്യുന്നതൊക്കെ മുകളിലാണ് വരാം. അപ്പൊ അങ്ങനെയെല്ലാം ഇതിന്റെ മുകളിൽ വന്നു. അങ്ങനെയാണ് ഞാനത് ജസ്റ്റ് നാവിഗേഷൻ ബാർ എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ. ആ ലെയറിന്റെ ഓർഡറിങ്ങിൽ അപ്പൊ ആ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യേണ്ടാത്തതായ ലെയറുകൾ എന്തായാലും ഫിക്സ് പൊസിഷൻ വെൻ സ്ക്രോളിംഗ് കൊടുക്കാം. വേറെ എനിത്തിങ്? അപ്പൊ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചാറ്റിലാണ് ചോദിച്ചത്. വിനുവിന്റെ നേരത്തെ ഡൗട്ട് ആയിരുന്നില്ലേ പ്രോട്ടോടൈപ്പും ഇതൊക്കെ ഓക്കെ അല്ലേ വിനു? പിന്നെ ഈവനിങ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്ക്രോളിങ്. അത് സെറ്റായി. അത് എന്താ ഫ്രെയിമിന്റെ അവിടെ ഒരു റെക്ടാങ്കിൾ വെച്ചിട്ടായിരുന്നു ആദ്യം ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരുന്നത്. പിന്നെ റെക്ടാങ്കിൾ ഒഴിവാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഹലോ പോയി. ഇതല്ലായിരുന്നു അപ്പൊ ചോദിച്ചിട്ടുണ്ടായ സ്ക്രോൾ ചെയ്യുമ്പോണ്ടായ? അതെ, ഞാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഫ്രെയിമിന് ഫ്രെയിമിന്റെ സൈസിന് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ തന്നെയാണ് കളർ കൊടുത്തിരുന്നത്. അപ്പോ മാറ്റിയ ടൈമില് ബാക്ക്ഗ്രൗണ്ട് അടക്കം മുമ്പിലേക്ക് വന്ന് പിന്നെ സ്ക്രോൾ ആയി കൊണ്ടിരിക്കുന്നു. അതപ്പോ രണ്ട് രീതിയിൽ മാറ്റാം. ഒന്നിക്ക് ഫ്രെയിമിന്റെ കളർ മാറ്റാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി. എന്താ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം സെലക്ട് ചെയ്ത് ഇത് ചെയ്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ഫീൽഡിലേക്ക് മാറ്റിയാലും ഫ്രെയിമിന്റെ. വേറെ ഒന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് മുകളിൽ ആ നാവിഗേഷൻ ബാർ അല്ലാതെ ഒരു ലെയർ ഉണ്ടായിരുന്നു. ആ ഹോംസ് ബട്ടണും പിന്നെ ഒരു ബാക്ക് ബട്ടണും മാത്രം നിൽക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ഒരു റെക്ടാങ്കിൾ വെച്ചിട്ട് ആ ഡോട്ട് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിളിന്ന് ബാക്കി ഇമേജസ് ഒക്കെ ഹൈഡായി പോകുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്ത് അത് കിട്ടിയില്ല. അത് മാറുണ്ടായിരുന്നില്ല. ആ റെക്ടാങ്കിൾ വെച്ചിട്ട് ഹൈഡായി പോയിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് എഡിറ്റ് ആക്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു വർക്ക് അല്ലെങ്കിൽ പുതിയ ലിങ്ക് ആണോ? പുതിയ ലിങ്കാണ്. പുതിയ ലിങ്കാണ്. എഡിറ്റ് ആക്സസ് ഉണ്ടോ എനിക്കതിൽ? ഉണ്ട് എഡിറ്റ് കൊടുത്ത്. ഏതാണ് ഇതില്? ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്താലും മതി. എല്ലാത്തിലും ആ റെക്ടാങ്കിൾ ജസ്റ്റ് മുകളിലുണ്ട്. ആ റെക്ടാങ്കിൾ കണ്ണ് വെച്ചിട്ട് ഹൈഡായി പോകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പ്രോട്ടോടൈപ്പ് നോക്കുമ്പോൾ അത് മൊത്തമായിട്ട് ആ സ്ക്രീനിന്റെ ബാക്കിൽ ആയിട്ടാ പോയി കൊണ്ടിരിക്കുന്നത്, സ്ക്രോൾ ആയി കൊണ്ടിരിക്കുന്നത്. എഡിറ്റ് ആക്സസ് ഇല്ല, വ്യൂവേ ഉള്ളൂ. അതിലൊന്ന് എഡിറ്റ് ആക്സസ് കൊടുക്കാൻ പറ്റും ഇപ്പൊ? അല്ലെങ്കിൽ എന്തായാലും വിനുവിന്റെ എന്തായാലും 1-to-1 സെഷൻ കഴിഞ്ഞില്ലല്ലോ? ഹലോ വിനു? ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ നാളെ പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്താ ഈ റെക്ടാങ്കിൾ ഉണ്ട് ഇവിടെ. അതെ, അപ്പൊ ഇത് ഇവിടുന്ന് മുകളിലോട്ടേക്ക് പോകണം എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. നമുക്ക് വേണേലും ചെയ്ത് നോക്കാം. അതുപോലെ എന്തെങ്കിലും എഡിറ്റ് ആക്സസിന്റെ ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോ ടെലഗ്രാമില്.
അത് നമുക്ക് എന്തായാലും നാളെ 1-to-1 സെഷനിൽ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ലാസ്റ്റ് ഞാൻ ഇന്ന് ആക്ച്വലി 5 പേരാണ് വിളിച്ചത്. ബാക്കി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവർക്ക് ഞാൻ നാളെ ടൈം തരാം 1-to-1. പേരടക്കം ഞാൻ പറഞ്ഞു. ഫ്രെയിം ആക്ച്വലി ഞാൻ ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ഐ ഗസ് ഇവിടെ വരെ ഫ്രെയിമിന്റെ കോൺസെപ്റ്റ് ശരിയാണെങ്കിൽ ആക്ച്വലി ഇവിടുന്ന് അത് പോകണം. ആ ഫ്രെയിമിനകത്ത് മാത്രമേ സ്ക്രോൾ ആവൂ. വീണ്ടും ചതിച്ചു. സോ ബേസിക്കലി ആ ഫ്രെയിമിനകത്ത് മാത്രമേ സ്ക്രോൾ ആവുള്ളൂ എന്നാണ് ഫിഗ്മ പറഞ്ഞത്. പക്ഷെ ഐ ഗസ് അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ഫ്രെയിമിന് ആക്ച്വലി ക്ലിപ്പ് കണ്ടന്റ് കൂടി കൊടുക്കണം. അപ്പൊ ആ ഫ്രെയിമിനകത്തേക്ക് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഫ്രെയിമിന് പുറത്തേക്ക് പോകും. സോ ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ ഞാൻ അതില്ലാത്തപ്പം മൊത്തത്തിൽ പോയിണ്ടായിരുന്നു. അപ്പം ഈ സ്ക്രോൾ ചെയ്യുന്ന ഈ സാധനത്തിന് കൂടെ മൊത്തത്തിലൊരു ഫ്രെയിം ആഡ് ചെയ്യാം. ഫ്രെയിമിന്റെ സൈസ് ജസ്റ്റ് നമുക്ക് എവിടം വരെയാണോ സ്ക്രോൾ വേണ്ടത് ഇതുവരെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ നാവിഗേഷൻ പറഞ്ഞ മുകളിൽ കൊടുക്കുന്നത്. എന്നിട്ട് ക്ലിപ്പ് കണ്ടന്റും കൂടി കൊടുക്കുക. അപ്പം ഇതായിരുന്നല്ലേ ചോദിച്ചേ? അപ്പൊ ഈ ഒരു കണ്ടന്റിനും കൂടെ ഫ്രെയിം കൊടുത്തിട്ട് ക്ലിപ്പ് കണ്ടന്റും കൂടി ആഡ് ചെയ്യുക. വേറെ എന്തേലും ഇനിയുണ്ടോ ഡൗട്ട്? അല്ലെ നമുക്ക് അസൈൻമെന്റിന്റെ കാര്യം പറയാം. സോ അസൈൻമെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഗ്രൂപ്പ് ചെയ്യാൻ ഇപ്പം എല്ലാവരും ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അസൈൻമെന്റ് ഇപ്പം ആക്ച്വലി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം 11 പേരുണ്ട്. അപ്പോ ഞാൻ 2 പേര് വെച്ച ഒരു ഗ്രൂപ്പാണ് ഉദ്ദേശിച്ചത്. അതിലിപ്പം എനിക്ക് തോന്നുന്നു ഷിനു ഓൾറെഡി കുറെ കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഷിനുവിനെ ഞാൻ പണിയേറാൻ സാധ്യതയുണ്ട്. ഷിനുവിന് ഒറ്റക്കാകുന്നില്ല. അപ്പോ ഷിനു കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷിനു ഓക്കെ അല്ല അതില്? ഗ്രൂപ്പ് വേണോ? ഷിനു ഹലോ, ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക്. പിന്നെ ഹലോ, പറഞ്ഞു. ഞാനിന്ന് ഷിനു പോയി. ഹലോ, പറഞ്ഞു. 1-to-1 മീറ്റിംഗ് മെസ്സേജ് കണ്ടില്ലായിരുന്നു, അതായിരുന്നു അസൈൻമെന്റ്. ഓക്കെ. എന്തായാലും ഞാൻ കുറച്ച് ഓക്കെ. അത് ജസ്റ്റ് പറഞ്ഞാൽ മതി. അഖിലും എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് നാളെ വെക്കും. അഖിൽ എപ്പോ വെക്കും? അഖിൽ വെച്ചോ? ഇല്ല, ഞാൻ വെച്ചില്ല. ഓക്കെ. ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ അഖിലും ഷിനോയും നാളെ ഞാൻ എന്റെ എന്താ ക്ലിക്ക് കണ്ടന്റ് കൊടുത്തിട്ട് വീണ്ടും അതേപോലെ തന്നെ അത് സ്ക്രോൾ ആയി കൊണ്ട് നിൽക്കുന്നു.
ഏതൊക്കെ ഉള്ളത്? 3. ഓക്കെ. ഇതിനൊരു ഫ്രെയിമും കൂടെ ആഡ് ചെയ്യണം ആക്ച്വലി. സ്റ്റിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ലാസ്റ്റ് അയച്ച ഫയലാണ്. ഇതല്ല തോന്നുന്നു, ലാസ്റ്റ് അയച്ചുണ്ട് ഇപ്പൊ. സെയിം ഫയൽ തന്നെ അല്ലേ? അതെ അതെ അതെ, ഇതേ ഫയൽ തന്നെയാണ്. ഇത് വ്യൂ ഓൺലി ഫയലാണ് തോന്നുന്നു. മറ്റേ എഡിറ്റ് ഫയൽ ഞാൻ ഇപ്പൊ അയച്ചിട്ടുണ്ട്. സെയിം അല്ലേ? സെയിം ഫയലാണ്. കണ്ട ലിങ്ക് ആണ്. അത് എപ്പോഴും വ്യൂവില് കിടക്കുന്നത്. അതിപ്പോഴും വ്യൂ ഓൺലി നടക്കുന്നത്. വിനു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പം വിനുടെ ഫയലിൽ കയറി അമല ബ്രേക്ക് ആയി പോയി. ഷെയർ ബട്ടൺ ടാപ്പ് ചെയ്തിട്ട് നിയാസിന്റെ വിനു പേജിൽ കയറിയിട്ട് മോളി ബ്ലൂ ഷെയർ ബട്ടൺ ടാപ്പ് ചെയ്തിട്ട് നിയാസിന്റെ പേരിൽ റൈറ്റ് സൈഡിൽ ഇത് കണ്ടോ, ക്യാൻ വ്യൂ ഉള്ളത് ക്യാൻ എഡിറ്റ് നോക്കിയാൽ മതി. എന്നിട്ട് നിയാസ് ആ പേജ് റിഫ്രഷ് ചെയ്താൽ മതി, അന്നേരം ആയിക്കോളും. ഷെയറിൽ കണ്ടോ? എഡിറ്റ് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ആക്ച്വലി സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ ഇപ്പൊ ആക്ച്വലി ഈ ഓട്ടോ ലേഔട്ട് ഉള്ളത് ഒന്നിക്ക് അതിനെ റിമൂവ് ചെയ്താൽ മതി. റിമൂവ് ഓട്ടോ ലേഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഒരു ഫ്രെയിമും കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആ ഫ്രെയിമിനെ ആക്ച്വലി ഇത് ചെയ്താൽ മതി. ഇപ്പൊ സ്ക്രോള് നടക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിന്റെ മൊത്തം ഹോമിലായിരിക്കും, ഐ മീൻ ആ മൊത്തം ഫ്രെയിമിലായിരിക്കും സ്ക്രോള് നടക്കുന്നത്. അതാണ് എല്ലാം പോകുന്നത്. ഇത് മാത്രം ഒരു സെപ്പറേറ്റ് ഫ്രെയിം ആക്കുക, എന്നിട്ട് അതിനെ ലിമിറ്റ് ചെയ്ത് ക്ലിപ്പ് കണ്ടന്റ് കൊടുത്തത്. അപ്പൊ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ 1-to-1 സെഷനിൽ നമുക്കത് നോക്കാം. ഇത് എഡിറ്റ് ആക്സസ് കൊടുത്താൽ മതി. അമല് പറഞ്ഞ പോലെ ഞാൻ അന്ന് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി എല്ലാവരും അടുത്ത അസൈൻമെന്റ് വെക്കുന്ന സമയത്ത് എഡിറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു സാധനം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോഴുള്ള അസൈൻമെന്റിലും എല്ലാവരും അത് ചെയ്തോട്ടെ. ഞാൻ പറയും, കോളിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അത്. ഷെയർ ഒക്കെ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് എഡിറ്റ് കൊടുക്കുക, ക്യാൻ എഡിറ്റ് എൻ്റെ പേരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഇമെയിൽ ഐ ഡി ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എഡിറ്റ് ക്യാൻ എഡിറ്റ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ 1-to-1 സെഷനിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാമല്ലോ. സോ ഇപ്പോഴും ചെയ്യേണ്ട ഇത്രയാണ്. ഒരു ഫ്രെയിം അതിന്റെ പുറത്ത് ആഡ് ചെയ്യാം, എന്നിട്ട് ആ ഫ്രെയിമിന്റെ ഹൈറ്റ് എവിടെ വരെ സ്ക്രോൾ ചെയ്യണം, പിന്നെ ജസ്റ്റ് താഴ്ന്നും 2 സൈഡും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ക്ലിപ്പ് കണ്ടന്റ് കൊടുക്കുക, പിന്നെ അതിലും പ്രോട്ടോടൈപ്പിലും വെർട്ടിക്കൽ സ്ക്രോളിങ് കൊടുക്കുക. അപ്പൊ ആ ഫ്രെയിമിന്റെ അകത്തേക്ക് മാത്രം അത് സ്ക്രോൾ ചെയ്യും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അസൈൻമെന്റിന്റെ കാര്യം പറയുന്നത് ഞാൻ കുറച്ച് ഡ്രിബിളിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ആക്ച്വലി നിങ്ങളോട് ഡ്രിബിള് നോക്കി പേജ് ചെയ്തോ പറയാനുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ബെസ്റ്റ് വേ ടു ലേൺ ഈസ് റെഫർ ഫ്രം സംവർ. അതാണ് നമ്മള് ഇങ്ങനെ എന്താ പറയാ, ഗ്രാഫിക് ഡിസൈൻ ആയിട്ട് പഠിച്ചു വന്ന ആൾക്കാരൊന്നുമില്ല. ഗ്രാഫിക് ഡിസൈൻ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതുപോലെ കേസസ് ഒക്കെ എടുത്ത് വിശദമായി പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു കേസ് സ്റ്റഡി ഒക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നവരും ചെയ്യാറ്. അപ്പോ നമ്മള് അതുപോലെ
ഡ്രിബിളും അതുപോലെയുള്ള ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞല്ലോ മൂഡ് ബോർഡ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഡ്രിബിളിൽ പോവാ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് പോവാ. പിന്നെ ഞാൻ ഡിസൈൻ നോട്ട്സ് തന്നില്ലേ അന്ന്, അതിൽ കുറെ റിസോഴ്സസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഫിഗ്മയില് ഒരു പേജ് കൂടെ ഉണ്ടാക്കിയിട്ട് മൂഡ് ബോർഡ് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്കിപ്പം ഞാൻ ട്രാവൽ ആപ്പ് പറഞ്ഞിട്ടുണ്ടായി. സോ ജസ്റ്റ് ട്രാവൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കുറെ സാധനങ്ങൾ വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടതെന്നുള്ള ഒരു സാധനം ഉണ്ടാവല്ലോ. അപ്പോ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫിഗ്മയിൽ ഫ്രെയിം ആയിട്ട് സെറ്റ് ചെയ്ത് ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ മൂഡ് ബോർഡ് ഉണ്ടാക്കിയ സാധനം. ഫ്രെയിം ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ തന്നെ ഇങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾ ചുമ്മാ എടുത്തു വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്ത് ആപ്പാണോ ചെയ്യാൻ പോകുന്നത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേജസ് എടുത്ത് നോക്കുക. അപ്പം ഞാൻ പറയുന്നത് പക്ക ഇതിന്റെ ട്രേസ് ചെയ്ത് വരക്കാനല്ല. ഇപ്പം ഇതിലിപ്പോ ഷാഡോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്ത കളേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇതിലെ കളേഴ്സ് ആയിരിക്കും ഇതിന്റെ റൗണ്ട് കോർണർ ഉണ്ടാവും. ഇതിൽ കണ്ടോ കാർഡ് ആക്ച്വലി ചെയ്തത് ഇമേജ് കുറച്ച് അകത്തായിട്ടാണ്. പിന്നെ സ്പേസിങ് ഉണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. അപ്പൊ കുറച്ചു നേരം എല്ലാ ഡിസൈനിലും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു പുതിയ തോട്ട് വരും. അപ്പോ അങ്ങനെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പേപ്പർ എടുത്ത് വരക്കാം. അടുത്ത അസൈൻമെന്റ് ചെയ്യേണ്ട അത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അസൈൻമെന്റ് ഇപ്പം വേറൊരു ബാച്ചിന്റെ അസൈൻമെന്റും കൂടെ അസൈൻമെന്റും സെയിം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആ ബാച്ചിലെ മെന്റർ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ് ആപ്പ് എന്നുള്ള സാധനം. ആപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ അസൈൻമെന്റ് കുറച്ച് ലോങ് അസൈൻമെന്റ് ആയിരിക്കും. സോ നമുക്ക് ആക്ച്വലി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോസ്റ്റൽ ട്രാക്കിംഗ് ആപ്പാണ്. അതായത് നമ്മുടെ നമ്മളിപ്പം കൊറിയറൊക്കെ അയച്ചു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാം. പിന്നെ പാർസൽസ് ട്രാക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ, അത് നിങ്ങൾക്ക് പോസിബിൾ ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി വേണ്ടത് പോസ്റ്റൽ സർവീസിനുള്ള ഒരു ആപ്പാണ്. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇതിൽ പോസിബിൾ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ആപ്പിൽ ആഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ളത് ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് മതി, അല്ലാണ്ട് ഇങ്ങനെ എസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ കീപ് ഡെലിവറി, മോസ്റ്റ്ലി ഡെലിവറി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ് നമ്മൾ എടുത്തത്. അപ്പം അവരുടെ തീം കളേഴ്സ് ഒക്കെ ഭയങ്കര റെഡ് ഒക്കെയാണ്. അപ്പം നിങ്ങൾ കളേഴ്സ് എപ്പോഴും ആപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഓക്കേർഡ് കളേഴ്സ് ആവും. നിങ്ങളിപ്പം മോസ്റ്റ്ലി കണ്ടാൽ മതി, ആപ്പൊക്കെ കാണുമ്പോൾ മോസ്റ്റ്ലി സേഫ് കളേഴ്സ് ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് ആണെങ്കിൽ കണ്ടാൽ വളരെ റയർ ആയിട്ട് മാത്രമേ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒക്കെ, ഡാർക്ക് മീൻസ് ഭയങ്കര കളർഫുൾ സാധനങ്ങൾ ആൾക്കാർ ചെയ്യാറുള്ളൂ. അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ആപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രിപ്പിളിൽ പോയി പോസ്റ്റൽ ട്രാക്ക് പാക്കേജ് ട്രാക്കിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ആയിട്ട് വരും. ഉണ്ടോ?
അപ്പൊ ഇതുപോലെ മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആദ്യം ബെസ്റ്റ് തിങ് ടു ഡു ഈസ് ഹാൻഡ് ഡ്രോൺ മോക്കപ്സ് എന്ന് പറയും. ഞാൻ അന്ന് ആദ്യം നിങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ വയർ ഫ്രെയിമുകൾ ഉണ്ടാക്കാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനിങ്ങൾക്ക് എന്തൊക്കെ എലമെന്റ്സ് അതിൽ വേണമെന്നുള്ളത് വരക്കാം. വരച്ചാലുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഏറ്റവും ബെസ്റ്റ് വേ ടു ഡ്രോയിസ് നിങ്ങളെ ഫോൺ ആദ്യം വെക്കുക പേപ്പറിൽ, അതിന് ചുറ്റും നിങ്ങൾ ലൈൻ വരക്കുക. പെൻസിലായിരിക്കും ബെറ്റർ ഓപ്ഷൻ വരക്കാൻ. എന്നിട്ട് അതില് പിന്നെ ജസ്റ്റ് ഒരു അകത്തൊരു ചെറിയ ഫ്രെയിമും കൂടെ ഇടാം. വേണമെങ്കിൽ ഇതുപോലെ ഇതുണ്ടോ ഫോണിന്റെ സൈസ് വരച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ജസ്റ്റ് ഒരു ഫ്രെയിം കൂടെ ഇടാം. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പൊ ഞാൻ പിന്നെ അന്ന് കാർഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, ഞാൻ ഈ ആർട്ട് ബോർഡിന്റെ സൈസിൽ കാർഡ് ഉണ്ടാക്കി, പിന്നെ എനിക്കത് ചെറുതാക്കേണ്ടി വന്നു സൈസൊക്കെ. സോ നിങ്ങൾ ഹാൻഡ് ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു റിലേറ്റീവ് സൈസ് കിട്ടും, എത്ര സൈസിൽ ടെക്സ്റ്റ് വേണം, എത്ര സൈസിൽ ഇമേജ് വേണം എന്നൊക്കെ ഉള്ളത്. സോ നിങ്ങൾ ഓരോ സ്ക്രീനും വരക്കുക ഇതുപോലെ. വരച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പേജസ് ഉണ്ടാക്കുക. പേജസ് ഉണ്ടാക്കുമ്പോൾ അതിലൊന്നിൽ എനിക്ക് ഹാൻഡ് ഡ്രോൺ ഇത് കാണും, ഹാൻഡ് ഡ്രോൺ സാധനം അതിലുണ്ടാവണം ഒരു പേജിൽ, ഹാൻഡ് ഡ്രോൺ വയർ ഫ്രെയിം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡിസൈൻ സിസ്റ്റം വലിയ രീതിയിലൊന്നും വേണ്ട, നിങ്ങൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് ഒക്കെ എന്തായാലും വേറൊരു സെപ്പറേറ്റ് പേജിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വേണേലും മൂഡ് ബോർഡ്, ഇഫ് യു ക്യാൻ ഗോ ഫോർ മൂഡ് ബോർഡ്സ്, അതും ഐ വുഡ് റെക്കമെൻഡ്. ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സിസ്റ്റം ദാൻ ക്രിയേറ്റിംഗ് വൺ ഫ്രം സ്ക്രാച്ച്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ എനിക്കാണെങ്കിലും ഇപ്പം മോസ്റ്റ്ലി ഞാൻ റെഫറൊക്കെ ചെയ്ത് ഒരു ഐഡിയ തെളിയലാണ്, അല്ലെങ്കിൽ കത്തലെന്നൊക്കെ നമുക്ക് വേണം. ഐഡിയ ഇങ്ങനെ ലൈറ്റ് ഇടുന്ന പോലെ കുറെ നേരം ഡിസൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാം. സോ അത് ചെയ്യാം. പിന്നെ സ്ക്രീൻ ചെയ്ത് നിങ്ങൾ പ്രോട്ടോടൈപ്പും കൂടി ചെയ്യണം. ഒന്നുകൂടി ഞാൻ റിവേഴ്സ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ജസ്റ്റ് ഗോ ത്രൂ ദിസ്, വായിച്ചു നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെ പോസിബിൾ ഫീച്ചേഴ്സ് ഉണ്ടാവുന്നുള്ള നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ മൂഡ് ബോർഡ് ഉണ്ടാക്കുക. ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പറയുകയാണെങ്കിൽ ആദ്യം മൂഡ് ബോർഡ്, ഐ വുഡ് റെക്കമെൻഡ് ക്രിയേറ്റിംഗ് മൂഡ് ബോർഡ് ഉണ്ടാക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ വരച്ചു നോക്കുക, പേപ്പർ ആൻഡ് പെൻസിൽ എന്ത് വെച്ചിട്ടും ഹാൻഡ് ഡ്രോൺ ചെയ്യാം ആദ്യം. എന്നിട്ട് അതിന്ന് നിങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്ക്രീൻസ് ഉണ്ടാക്കുക. എന്നിട്ട് ഐ മീൻ വരച്ചതിൽ നിങ്ങൾക്ക് കോമ്പണൻസ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള ഒരു ഐഡിയ ഓൾറെഡി വന്നിട്ടുണ്ടാവും വരച്ചതിന്. സോ അതിന്ന് നിങ്ങളെ ബട്ടൺസും കോമ്പണൻസ് ഒക്കെ ഉണ്ടാക്കുക. കളേഴ്സ് എന്താണ് കളേഴ്സ് മോസ്റ്റ്ലി ഇന്ത്യൻ പോസ്റ്റിലെ കളർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് പിന്നെ നിങ്ങൾ സ്ക്രീൻ ഉണ്ടാക്കുക. സോ എത്ര ദിവസം വേണം? ഹലോ, 1 വീക്ക് വേണം. ഞാൻ ഉദ്ദേശിച്ചത് സൺഡേ. എനിക്ക് കുറച്ചുകൂടെ അല്ലെങ്കിൽ നമുക്ക് 1 വീക്കെൻഡ് എടുക്കാം. കാരണം എനിക്ക് സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമുക്കൊരു പിച്ചിങ് പോലെ തന്നെ ആക്ച്വലി വെക്കാം. എല്ലാവരും നിങ്ങൾ എങ്ങനെയാണ് ഡിസൈനിലേക്ക് കൂടെ കടന്നു വരുന്നൊക്കെ ഉള്ളത്. സോ നെക്സ്റ്റ് സാറ്റർഡേ, അതായത് 11th,
ഓക്കെ, അപ്പൊ 10th സബ്മിറ്റ് ചെയ്യാം. 11th നമ്മൾ പിച്ച് ചെയ്യും, അതായത് എല്ലാവരും കോളിൽ വന്നിട്ട് നിങ്ങൾ പിച്ച് ചെയ്യുന്നതായിരിക്കും. സോ ഡീറ്റെയിൽസ് അതിനകത്ത് പിന്നെ 1 week ആക്ച്വലി ടു മച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആകുന്നില്ല, അപ്പൊ ഒരു ആക്ച്വലി ഉദ്ദേശിച്ചത് സൺഡേ ആണ്. 1 week വേണോ അപ്പൊ എല്ലാവർക്കും? വേറെ ആർക്കും വേണ്ട 1 week? ഗ്രൂപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം, ഞാൻ സ്പ്ലിറ്റ് ചെയ്യാം. എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കണം. 8 days ഉണ്ട് 10th വരെ. നമുക്ക് ട്യൂസ്ഡേ ചെയ്യാം. ട്യൂസ്ഡേ ഓക്കെ എല്ലാവർക്കും? എന്നിട്ട് നമുക്ക് ട്യൂസ്ഡേ 4 PM സബ്മിറ്റ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ആദ്യം പേഴ്സണലി ഒന്ന് പറയണേ. പിന്നെ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ടൈമിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ട്യൂസ്ഡേ 4 PM സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ പിച്ചിങ് ഉണ്ടാവും. അതായത് നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും ഹൗ വാസ് യുവർ ജേർണി, എന്താ ഡിസൈൻ ചെയ്യുമ്പോഴത്, പിന്നെ മൊത്തം കോഴ്സ് അതൊക്കെ. പിച്ചിങ് പക്ഷേ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം ട്യൂസ്ഡേ 4 PM ആണ് ഡെഡ്. കൂൾ. അപ്പം ആ പിച്ചിങ്ങോടും അത് കഴിഞ്ഞാൽ നമ്മൾ സെഷൻ ഇതാവുന്നതായിരിക്കും. അപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവർക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്ന് ആക്ച്വലി നമ്മൾ ടിങ്കർഹബിലിട്ട സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. വലിയ കാര്യമൊന്നുമില്ല സർട്ടിഫിക്കറ്റിനെ കൊണ്ട്, നിങ്ങൾ സ്കിൽ ഉണ്ടാവുന്നുള്ളതാണ് മെയിൻ. പക്ഷെ എന്തായാലും സർട്ടിഫിക്കറ്റ്സ് തരുന്നതായിരിക്കും, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഗുഡേഴ്സ് ഒക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം അതിന്റെ പ്രിന്റിങ്ങും ലോജിസ്റ്റിക്സ് ഒക്കെ പണിയായതുകൊണ്ട് അത് കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പം എല്ലാവരും അപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം.